വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് പലർക്കും മനസ്സിലാവും. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മധുരക്കിഴങ്ങ് നടുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു മധുരക്കിഴങ്ങ് വളരാനായത് ഒക്കെ കാണിച്ചു തന്നിന് കേട്ടോ. അപ്പോൾ അത് റെഡിയായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് എത്ര മാസമായി എന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും 2 മാസമൊക്കെ കഴിഞ്ഞാണ്. 3 മാസമാണ് ഇതിൻ്റെ കണക്ക്. ഇതുണ്ടോ, ഇതൊക്കെ പഴുത്ത് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങൾ കായൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ നമുക്കൊന്ന് പറിച്ച് നോക്കാം. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും, ചിലപ്പം എന്താണ് കായ ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് പറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാക്കിൽ നട്ടേ. ഓ, കായ ഉണ്ടോയെന്നറിയില്ല മക്കളെ. നല്ല വെയിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോളായി പോകുമോ? ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഒരെണ്ണം കിട്ടി. നോക്കി. ആഹാ, എവിടെ കത്തിയെടുത്തോണ്ട് സോനോ? കത്തിയെടുത്തിട്ട് വാ ഗൈസ്. കണ്ടോ നിങ്ങളെ? പൊട്ടിപ്പോയി. അത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊരു അത്ഭുതം കാണണം. ഇതിന്റെ ചോട്ടിലോക്കി ഇതെങ്ങനെ അടിയില് ചാക്ക്. നോക്കി, ചാക്കിന് ഇങ്ങനെ അടിയില് ഓട്ടണ്ടായിട്ട് ഇതുണ്ടോ. നല്ല സർപ്രൈസ് ആയി പോയത്. കണ്ടോ? ഞാൻ കൂടി പറിക്കട്ടെ. മണ്ണാവും പോണമ്മ. ഇത് കണ്ടോ മക്കളെ, ഇതിന്റെ ചോട്ടിലുണ്ടായിക്കുക. കണ്ടോ? ഇതൊരു അടിപൊളി. ഉള്ളിക്കൂടെ വേരിറങ്ങി ഗൈസ്. ഇനി ഉണ്ടോ നോക്കട്ടെ. നോക്കാം. ഇതാദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു അത്ഭുതം. ഇല്ല, അമ്മ വെറുതെ ഇത് നീക്കിയപ്പോ കണ്ടതാ. ചാക്കൊന്ന് അടുപ്പിച്ച് വെക്കാൻ നോക്കിയതാണേ. കണ്ടോ മരക്കേങ്ങ് ഇപ്പൊ തന്നെ ഓൾറെഡി ഇതുപോലെ ഉണ്ടാക്കിക്കൊള്ളിട്ടോ. ഇതിപ്പോ ഞാൻ അങ്ങനെ കാര്യത്തിലൊന്നും എടുത്തുണ്ടാക്കിയതല്ല. അവിടുന്ന് കിട്ടിയപ്പോ ഇത് കൊടുന്ന് വെച്ചതേ. ശരിക്ക് നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ നല്ല പോലെ ഉണ്ടാവും. നമുക്ക് നോക്കുക ഇനി ഉണ്ടോ. കിട്ടണമൊന്നുമില്ല. ഉണ്ടോന്ന് വേരാണോന്നും അറിയില്ല. അല്ല, അടിക്കുണ്ടാവും. ഇത് ഇതിലങ്ങനെ വേരിറങ്ങിയിട്ട് ഉണ്ടായതാണ്. മാന്തിനോട് മാന്തി നോക്കി എന്തെങ്കിലും ജന്തുക്കളുണ്ടാവും. ഇല്ല, നമുക്കിവിടെ കൊട്ടി വെക്കും. ഒരു പക്ഷേ എത്ര കേട്ടോ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ അത്ര കാര്യത്തിൽ കുഴിച്ചിട്ടിട്ടൊന്നുമില്ലത്. ഞാൻ വള്ളി എടുക്കാം. എനിക്ക് തോന്നുന്നുണ്ടാവുന്നാണ്. അതിൻ്റെ ഉള്ളിലുണ്ട് പൈതാര. പേടിച്ചു പോയി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മള് ഈ ചാക്കിന് ഇവിടെ അടിയില് ഇങ്ങനെ കേറിയ പോയതുകൊണ്ടാണ് അടിയില് വന്നത് കേട്ടോ. തോന്നണ്. ഒന്ന് കൊട്ടി വെക്കാൻ പറയും. മാന്തിനോടാക്കിയതിട്ടോ. ഞാൻ വിട്ടുന്നേ. വൈതാര കടിച്ചു ഗൈസ്. ഇപ്പോഴൊന്നല്ല, കുറച്ച് കാലം മുമ്പ് കഴുത്തിനിട്ട. ഇവള് ചുമരുമ്പോ ചാരി ഇരിക്കുന്ന അന്ന് ചുമര വീട് പണിന്റെ ടൈമില് അതില് പിന്നെന്താണ് ചുമരുമ്പ കൂടി ഞാൻ ചാരി ഇരുന്നത്. ഓളെ ഉടുപ്പിന്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ഒന്നും ഓളെ അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് കടിച്ചപ്പോഴാ ഓളെ അറിഞ്ഞത്. അപ്പോൾ ഓളറിഞ്ഞു. ചെറുതാണ് എന്നാലും കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല. എന്താ നമ്മളൊരു യൂട്യൂബിലൊക്കെ വേറെന്താ ജന്തു ആക്കെ ഉണ്ടാവും മണ്ണിൽ. ഇല വരാൻ പോയപ്പോൾ അണലി കടിച്ചു മരിച്ച്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് വേണം കേട്ടോ കരിയിലൊക്കെ എടുക്കാൻ. ഞാനായി പിന്നെ എനിക്ക് പേടിയാ കരിയില.
എന്ത് എന്ത് പറ്റി? ആ അവൻ്റെ കാൽമ നാളെന്തോ കടിച്ചിട്ടോ ഗൈസ്. അങ്ങനെ അറിഞ്ഞാൽ മതിയോ? ആ ഇവനെയും പൈതാര കടിച്ചിട്ടോ. ഇവനെയും പൈതാര കടിച്ചിട്ടുണ്ടേ. അപ്പം നിങ്ങളെല്ലാവരും കരിയില വരുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പാഞ്ഞു ചെന്ന് ഇലേന്ന് ഇല്ല ഇത് തീർന്നിട്ടോ. ഓടിച്ചെന്ന് വാരണ്ടട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് വലുതായാലും വെറുതെ വെച്ചാൽ അങ്ങോട്ട് ഇത്ര കിട്ടി. നമുക്ക് ഒരു പ്രാവശ്യം പുഴുങ്ങാം. ഇന്ന് വൈകുന്നേരം നമുക്കിത് പുഴുങ്ങണം. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ പുഴുങ്ങാൻ നല്ല പിന്നെന്താണ് നല്ല രസമല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും, നമുക്കൊരു സന്തോഷമായിരിക്കും. ഈ കവർ പോയിട്ടോ, അത് എന്നോളുള്ള കവറാണ്. ഇന്ന് വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഇങ്ങനെ അത് ഞാൻ നേർക്കാട്ടോ കുഴിച്ചിട്ട്, അത് ചവറൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കുഴിച്ചിട്ടാണ്. നമുക്കതൊരു 3 മാസമാകുമ്പോൾ നമുക്കിതുപോലെ പറിക്കണം. ഇത് നോക്കി ഞാൻ വെറുതെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ. അവർ കീറിയ ഒരു കവർ ഇവിടെ ഉണ്ടായിനി. അപ്പം ഞാൻ അവിടുന്ന് ഒരു 3-4 കഷ്ണം കിട്ടി ഇതുപോലെയുള്ള. അപ്പം അത് ഇവിടെ കൊടുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കുത്തി കൊറേ വെട്ടിയിട്ടിരുന്നു കേട്ടോ. ഒന്നായിട്ട് മുറ്റം പടരായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി. അതിൽ ഞാൻ കുറേ വെട്ടിയിട്ടതാ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചതാണ്. അപ്പം നോക്കി ഇത്ര കായട്ടി. അപ്പം നമ്മൾ മര്യാദക്ക് നടുകയാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. നമ്മളിങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം. ഒരുപാട് വൈറ്റമിൻ ഉള്ള ഒരു സാധനമാണ്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഇത് ഒക്കെ തിന്നിന്ന്. അപ്പോൾ നമ്മളൊക്കെ കുറേ ആൾക്കാർ കളിയാക്കി, നിങ്ങളൊക്കെ മധുരക്കിഴങ്ങ് തിന്ന് വളർന്നില്ലേന്ന്. പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കമൻറ്റിൽ കണ്ടിട്ട് ഒരുപാട് നേരം വൈകുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഓരോന്ന് ഇട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരമൊക്കെ വൈകിട്ട്. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.